റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഷീദ്, ചരിത്രത്തിലെ തന്നെ വലിയ തോൽവികളിൽ ഒന്ന് നേരിട്ട് കഴിയുമ്പോൾ അതിൽ പരിശോധനയുണ്ടാകും, തിരുത്തലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതികരിക്കുന്നത്. മധു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ട്. 1 ഡസനോളം മന്ത്രിമാർ ഇത്തവണ തോൽക്കും എന്നതായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12, അത് കഴിഞ്ഞ് 13 മന്ത്രിമാർ തോൽക്കുന്ന ഒരു അസാധാരണ സംഭവവികാസം നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി തോറ്റത് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോടാണ്. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് തോൽക്കുന്നത് കണ്ടു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ VN വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കളമശ്ശേരിയിൽ P രാജീവ്, ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായി പോലും പട്ടി കരുതിയിരുന്ന P രാജീവ് കളമശ്ശേരിയിൽ പരാജയപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ ബിന്ദു ടീച്ചർ തോൽക്കുന്നത് കണ്ടു. ഒപ്പം തൃത്താലയിൽ MP രാജേഷ് തോറ്റു. തിരൂരിൽ V അബ്ദുറഹ്മാൻ തോറ്റു. ഒപ്പം OR കേളു മാനന്തവാടിയിൽ തോൽക്കുന്നത് കണ്ടു. ഘടകകക്ഷികളുടെ കാര്യമാണെങ്കിൽ തോറ്റ ആളുകൾക്കൊന്നും ആ പാർട്ടിയിൽ മറ്റംഗങ്ങളില്ലാത്ത അവസ്ഥ. ഇപ്പോൾ KB ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിക്ക് ആകെ ഒരു MLA ആയിരുന്നു, അദ്ദേഹം തോറ്റു. കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, NCPയുടെ AK ശശീന്ദ്രൻ, ഒപ്പം ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള എല്ലാവരും 13 പേരും തോറ്റു താഴെ വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിൽ ജനരോഷത്തിൽ മന്ത്രിമാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ LDF കൺവീനർ കൂടിയായ മുൻ മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണനും പരാജയപ്പെട്ട നേതാക്കളിൽ ഉണ്ട്. മധു. TV പ്രസാദ് വിവരങ്ങൾ നൽകിയത്.